ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ മാറ്റം വന്നതിന് ശേഷം, ഭരണമാറ്റം വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ കുറെ പേർ തിരിച്ചു പോയിട്ടുണ്ട് ആയിട്ട് വാർത്തകൾ. എന്നാൽ പലരും മറ്റു പല സ്ഥലങ്ങളിലും, ഇന്ത്യയുടെ മറ്റു പല സ്ഥലങ്ങളിലും താവളം ഉറപ്പിക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. അപ്പോൾ അതിഥി തൊഴിലാളികളുടെ മറവിൽ തിരുവനന്തപുരത്തും ചില സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുള്ളതായിട്ടുള്ള അറിവുകൾ വരുന്നുണ്ട്, വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു. അപ്പൊ അതിഥി തൊഴിലാളികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന കൂട്ടത്തിൽ പലരോടൊപ്പവും ഇവരും വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാടിന്റെ സുരക്ഷയെ ബാധിക്കും, ആരോഗ്യ ഘടനയെ ബാധിക്കും. അപ്പോൾ അക്കാര്യങ്ങളിൽ കോർപ്പറേഷന്റെ ശക്തമായ നിരീക്ഷണവും ഇടപെടലും ഉണ്ടാകും. അതായത് ഇതിൽ പോലീസ് സംവിധാനം ഇടപെടേണ്ട ചില മേഖലകളുണ്ട്, കോർപ്പറേഷൻ ഇടപെടാൻ അവകാശവും അധികാരവുമുള്ള ചില മേഖലകളുണ്ട്. കോർപ്പറേഷന് ഇടപെടേണ്ട മേഖലകളിലൊക്കെ തന്നെ ഞങ്ങൾ വളരെ ശക്തമായി കാര്യങ്ങൾ ഇടപെടും. അതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കോൺട്രാക്ടർമാരെ സപ്ലൈ ചെയ്യുന്ന ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം വിളിക്കും. അതിഥി തൊഴിലാളികളെ കരാറുകാർക്കും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ കൊടുക്കുന്ന ലേബർ കോൺട്രാക്ടർമാർ, ആ ലേബർ കോൺട്രാക്ടർമാരുടെ യോഗം കോർപ്പറേഷൻ വിളിക്കും. ആ യോഗത്തിൽ ലേബർ കോൺട്രാക്ടർമാർ സൂക്ഷിക്കേണ്ട രേഖകൾ, ആ രേഖകൾ ഞങ്ങൾ പരിശോധിക്കും. ആ യോഗത്തെ തുടർന്ന് അതോടൊപ്പം തന്നെ ലേബർ ക്യാമ്പുകളിൽ പരിശോധന ശക്തമാക്കും. അവിടുത്തെ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അവിടെ പരിശോധിക്കേണ്ട രേഖകൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കോർപ്പറേഷന് പരിശോധിക്കാൻ അവകാശവും അധികാരവുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശക്തമായ പരിശോധന നടത്തും. ഹോട്ടലുകളിൽ, അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ഹോട്ടലുകളിൽ ബംഗ്ലാദേശികൾ കടന്നു കയറിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ലേബർ ക്യാമ്പുകളിലും നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തവർ താമസിക്കുന്നുണ്ടോ അതിഥി തൊഴിലാളികളുടെ മറവിൽ എന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് മതിയായ രേഖകളോട് ഇവിടെ താമസിക്കുന്ന, ജോലി ചെയ്യുന്ന എല്ലാവർക്കും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് നൽകേണ്ട എല്ലാ പൂർണ്ണ സംരക്ഷണവും ഒരുക്കും. അതോടൊപ്പം തന്നെ അവരുടെ മറവിൽ മറ്റു രാജ്യത്തെ പൗരന്മാർ നുഴഞ്ഞു കയറി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന് ശക്തമായിട്ട് കോർപ്പറേഷൻ പ്രതിരോധിക്കേണ്ട രംഗത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ പോലീസുമായി ഷെയർ ചെയ്യും, പോലീസിനെ അറിയിക്കും. ഇത് നമ്മുടെ നാടിന്റെ സുരക്ഷയുടെ തന്നെ ഒരു പ്രശ്നമാണ്. വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്നവർ ഏർപ്പെടുന്നതായിട്ടുള്ള വ്യാപകമായിട്ടുള്ള റിപ്പോർട്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ തന്നെ നടന്ന ഏറെക്കുറെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് അവർ ചെയ്യുന്നത് പലരും. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവരുണ്ട്. ഇതൊന്നും തിരുവനന്തപുരത്ത് നടക്കാൻ അനുവദിക്കില്ല. അതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ചെയ്യേണ്ട എല്ലാ പരിശോധനകളും ഞാൻ ചെയ്യും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ റെയ്ഡ് ഉണ്ടാവും, നിരീക്ഷണം ഉണ്ടാവും, കിട്ടുന്ന വിവരങ്ങൾ പോലീസിനെ അറിയിക്കും. ചില സ്പാകളിൽ ബംഗ്ലാദേശായിട്ടുള്ള സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ ജോലി ചെയ്തതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ചിലത് ഇന്റലിജൻസ് വിഭാഗത്തിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്പാകളും ഹോട്ടലുകളും ആണ് ഇവരുടെ പ്രധാനപ്പെട്ട താവളങ്ങൾ രണ്ടെണ്ണം. ഇതോടൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിലും അതിഥി തൊഴിലാളികളോടൊപ്പം ഇവിടെ കടന്നുകൂടിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് ലേബർ ക്യാമ്പുകളുടെ പരിശോധനയിലൂടെ ഞങ്ങൾ അത് ശക്തമായി പുറത്തു കൊണ്ടുവരും. ഈ ഒരു വിവരമാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ റെയ്ഡും കാര്യങ്ങളും ശക്തമാക്കും എന്നുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങൾ അറിയിക്കുന്നത്. ഇവിടെ ഈ രേഖകൾ എങ്ങനെ വ്യാജമാണെന്ന് കണ്ടെത്തും?